റിപ്പോർട്ടഡ് ബ്രേക്കിംഗ്. LDF സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന്റെ കരാർ പുതുക്കിയേക്കില്ല. സർക്കാർ മറ്റ് സാധ്യതകൾ തേടുകയാണ്. വ്യോമ നാവികസേന ഹെലികോപ്റ്ററുകൾ വാടകയ്ക്കെടുക്കാനാണ് ആലോചന. അടിയന്തര ഘട്ടങ്ങളിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അവയവദാനം അടക്കമുള്ളവയ്ക്ക് അത് പ്രയോജനപ്പെടുത്താം. നിലവിലുള്ള ഹെലികോപ്റ്ററിന് മാസം 80 ലക്ഷം രൂപയാണ് വാടക. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഈ കോപ്റ്റർ നിലനിർത്തണമെന്ന് പോലീസ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടും വലിയ പരിഹാസങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വന്നു. ഇപ്പോഴത് പോലീസിന്റേതായോ, മുമ്പത് മുഖ്യമന്ത്രിയുടേതായിരുന്നല്ലോ എന്നടക്കം ചോദ്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. തൽക്കാലം ഇനി അതിപ്പോ ഇനി പുതുക്കുന്നില്ല എന്ന തീരുമാനം വന്നിരിക്കുകയാണല്ലേ? മധു, സംസ്ഥാന പോലീസ് മേധാവിയാണ് ഒരു ശുപാർശ വെച്ചത്. ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് നിലനിർത്തണം. കാരണം നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഈ മാവോവാദി നിരീക്ഷണമൊന്നും ഇനി ആവശ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ അവയവദാനങ്ങൾ, ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, ഒപ്പം തന്നെ ചില വിശിഷ്ട വ്യക്തികൾ സംസ്ഥാനത്ത് വരുന്ന ഘട്ടത്തിൽ അവർക്ക് വേണ്ടി ആ ഹെലികോപ്റ്റർ ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ അങ്ങനെ ഈ വാടകയ്ക്ക് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം സംസ്ഥാനത്ത് വേണമെന്നുള്ളതായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞത്. പക്ഷേ വേറൊരു ഓപ്ഷൻ കൂടി ഈ ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ വന്നു. ആ ഓപ്ഷനെ കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അടിയന്തര ഘട്ടങ്ങളിൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ഈ വ്യോമ നാവികസേന ഹെലികോപ്റ്ററുകൾ ലഭിക്കും. അപ്പോൾ അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം വരുന്ന ഘട്ടത്തിൽ അത്തരത്തിൽ ചീഫ് സെക്രട്ടറിയെ കൊണ്ട് ഒരു ആവശ്യം ഉന്നയിപ്പിച്ച് ആ ഹെലികോപ്റ്റർ ഇവിടെ എത്തിക്കുന്ന സംവിധാനം അതിന് കഴിയും. അതിന് അത്രത്തോളം അടിയന്തര സ്വഭാവത്തോടു കൂടി, അടിയന്തര പ്രാധാന്യത്തോടു കൂടി ആ ഹെലികോപ്റ്റർ അങ്ങനെ കിട്ടും. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഉപയോഗിക്കാതെ തന്നെ മാസം 80 ലക്ഷം രൂപ വീതം വാടക കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് സർക്കാരിന് മുന്നിലുള്ളത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള സാധ്യത പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ ഈ വാടകയ്ക്ക് 80 ലക്ഷം രൂപ കൊടുത്ത് ഹെലികോപ്റ്റർ നിലനിർത്തുന്ന ആ ഒരു സംവിധാനം അത് നിർത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഓഗസ്റ്റ് മാസം വരെയാണ് ഇതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. ഓഗസ്റ്റ് വരെ ആ കരാർ കാലാവധി അവസാനിക്കുന്നത് വരെ ഇപ്പോൾ നിലവിൽ ഉള്ള നമ്മൾ ഈ കഴിഞ്ഞ 3 വർഷക്കാലവും കണ്ട ഹെലികോപ്റ്റർ സംസ്ഥാനത്ത് നിലനിർത്തും. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഈ നാവികസേനയിലെയും വ്യോമസേനയിലെയും ഒക്കെ ഹെലികോപ്റ്ററുകൾ അടിയന്തര ഘട്ടങ്ങളിൽ വാങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആകെ ഈ ഹെലികോപ്റ്റർ കൊണ്ടുണ്ടായ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഈ 3 വർഷത്തിനിടയിൽ 7 തവണ അവയവദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഹെലികോപ്റ്റർ പറന്നു എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കൂടുതലായി, അതായത് എല്ലാ മാസവും ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിരന്തരം ആവശ്യം വരികയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ മാറ്റി ചിന്തിക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ രാഷ്ട്രീയ കാരണമാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടത്തിൽ വലിയ തോതിൽ 80 ലക്ഷം രൂപ വാടക കൊടുക്കുന്നതിനെയൊക്കെ വിമർശിച്ചിരുന്നു UDF. അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മാധു, ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ കോപ്റ്ററുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഇപ്പോൾ സർക്കാർ എടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെങ്കിലും ആവശ്യം വന്നാൽ തൽക്കാലം ഒരെണ്ണം വാടകയ്ക്ക് എടുക്കാം എന്നുള്ളതാണ് തീരുമാനം.